7 പേർക്കാണ് തിരുവനന്തപുരത്ത് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു. നിലവിൽ ചികിത്സയിലുള്ള 6 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ. ഭൂരിഭാഗം പേർക്കും അണുബാധയുണ്ടായത് മലിനജലത്തിൽ കുളിച്ചതിലൂടെ തന്നെയാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. എന്നാൽ ലഹരിയുടെ ഉപയോഗവും അണുബാധയ്ക്ക് കാരണമായി. കുളത്തിലെ വെള്ളം കുപ്പിയിലാക്കി അതിലൂടെ പുക കടത്തിവിട്ട് ശ്വസിച്ചവർക്കും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായി എന്നാണ് നിഗമനം. ആരോഗ്യമന്ത്രിയും ഇക്കാര്യം നിഷേധിക്കുന്നില്ല. പൊടിയോ പുകയിലയോ ഈ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്യുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ഇൻഹലേഷനാണ്, നേരിട്ട് അത് വരുന്ന ഒരു സാഹചര്യമാണ്. മൂക്കിലേക്ക് ഇത് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം. കുളത്തിലെ വെള്ളത്തിൽ കുളിച്ചതായി കണ്ടെത്തിയ 33 പേരെ ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിതിഗതി വിലയിരുത്താനായി നെയ്യാറ്റിൻകരയിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടന്നു. കുളത്തിൽ കുളിക്കാത്തവർക്ക് രോഗം സ്ഥിരീകരിച്ചതിനാൽ നെയ്യാറ്റിൻകരയിൽ അടിയന്തര മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളത്തിൽ ഇതുവരെ 15 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളാണ് കണ്ടെത്തിയത്. ഇതിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പകർച്ചവ്യാധിയല്ല, എന്നാൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. ആഗോളതലത്തിൽ തന്നെ 11 പേർ മാത്രമാണ് രോഗം ബാധിച്ച ശേഷം രക്ഷപ്പെട്ടിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.